ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലെ മഹാലക്ഷ്മി നമ്മുടെ മഞ്ജുവിനെ കാണാൻ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഒരു ഫിനാൻസിയസ് ഓഫീസിൽ നിനക്കൊരു ജോലി ഞങ്ങൾ തരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ മഞ്ജു പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. ഞാൻ വരാമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്നോ മഞ്ജു ആ ഒരു ചെറിയൊരു കലിപ്പ് ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ കരുണ നമ്മുടെ ദുർഗാമ്മയോട് പറയുന്നുണ്ട്, ആ ഒരു വിഗ്രഹം ആ ഒരു പൂജാമുറിയിൽ നിന്ന് എടുത്ത് മാറ്റിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മക്കളെ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ കരുണയും ഉണ്ണയും കൂടെ ആ വിഗ്രഹം എടുത്ത് രാത്രി പുറത്തേക്ക് അന്നത്തെ പോലെ തന്നെ സെയിം കേട്ടോ കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അവരെ കാത്ത് എന്തോ ഒരു അപകടം ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പുറത്ത് നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും കൂടി അവരും ഭയങ്കര പ്ലാനിങ്ങിലാണ്. നമുക്ക് എന്തെങ്കിലും കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ പ്രതാപ, ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കഥ ഇങ്ങനെ തന്നെ തുടരാനാണോ തീരുമാനം? അല്ലേ, എപ്പൊ നോക്കിയാലും ഈ കൊല്ലാൻ ശ്രമിക്കുന്നു പാളിപ്പോകുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു പാളിപ്പോകുന്നു. വേറൊരു കഥാ വഴിത്തിരിവ് പോലും ഇതിലോട്ട് എത്തി നോക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു നിസ്സഹായാവസ്ഥ തന്നെയാട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.